ഇതിന്റെ പിന്നില് മറ്റാരൊക്കെയാണ് മാഡം? എന്റെ പരിചയങ്ങളെല്ലാം ഉപയോഗിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. വർമ്മ സാറിനെ കള്ളക്കേസിൽ കുടിക്കവരാരായാലും നമുക്ക് പിടിതരാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അല്ല, ഋതിക മാഡം എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തി ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്ന വഴിയായിരുന്നു. ഞങ്ങളെ ആരും ഫോഴ്സ്ഫുള്ളി അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയതല്ല രാജു. പാർട്ടി ഇനി ഇക്കാര്യത്തില് എന്ത് തീരുമാനം എടുക്കുന്നത് അടുത്ത പ്രശ്നം. വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് ചെയ്യണം. സ്ഥാനാർത്ഥിയായി വർമ്മ സാറിനെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ CM-നോ സുകുമാര സാറിനോ നമ്മുടെ പാർട്ടിക്കോ സാധിക്കില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേര് പറഞ്ഞ ആത്മഹത്യയുടെ വക്കീലെത്തി എന്ന് പറയുന്ന ആ കർഷകരെ ഞാൻ തിരയാത്ത സ്ഥലം ബാക്കിയില്ല. ഞാൻ ഈ നാട് ഭരിക്കാൻ എന്റെ തലയിൽ തലയെഴുത്തില്ലെങ്കിൽ അതെന്റെ വിധിയെന്ന് കരുതി സമാധാനിക്കല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എല്ലാം കെട്ടണഞ്ഞതിന് ശേഷം ഞാൻ തെറ്റുകാരനല്ലാന്ന് തെളിയും. അതെനിക്ക് ഉറപ്പാ. ഈ സാഹചര്യത്തിൽ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? വർമ്മ സാറ് പറയുന്നത് ശരിയാ, എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ വർമ്മ സാറിനോട് തുറന്നു പറയാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ ഇലക്ഷന് നമ്മുടെ പാർട്ടിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകിൽ വർമ്മ സാറാ, അല്ലെങ്കിൽ വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ. അല്ല, അത് ശരിയാണോ? നമ്മുടെ പാർട്ടിയിൽ കഴിവും എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? അവരെയൊക്കെ നിർത്തിക്കൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ എനിക്ക് പകരം തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? വർമ്മ സാറേ, ഞാൻ പറഞ്ഞത് നമ്മുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ മാത്രം തീരുമാനമല്ല. വർമ്മ സാർ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ. ശത്രുക്കൾ വർമ്മ സാറിനെതിരെ ആരോപിച്ച കെട്ടുകഥകളാണ് ഇതൊക്കെയെന്ന് പാർട്ടിക്കറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം. വർമ്മ സാറിനെ വിശ്വസിക്കുന്ന വോട്ടർമാർക്കും അറിയാം. ഞങ്ങളെ നിരാശരാക്കരുത്, അപേക്ഷയാണ്. എങ്കിൽ അങ്ങനെ ആവട്ടെ. വളരെ സന്തോഷം വർമ്മ സാറേ. സത്യം പറഞ്ഞ ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇനി ആരെയാണ് സ്ഥാനാർത്ഥിയായി വർമ്മ സാർ സജസ്റ്റ് ചെയ്യാൻ പോകുന്നെന്ന് കൂടി അറിഞ്ഞ. ചേട്ടാ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞോട്ടെ? പറയൂ ശൈല. നമുക്ക് ഋതുമോളെ ഈ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ നിർത്തിയാലോ? അകലെ